ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം വീഡിയോ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മളൊരു കല്യാണം കൂടാൻ അങ്ങ് തിരുവനന്തപുരം വരെ പോകാൻ കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രം വരെ ഒന്ന് പോവാണ്. തമ്പു നല്ല ഉറക്കമാണ്. നമ്മളിപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ടാവും. 5 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ഒരു 10 മണിയോട് അടുപ്പിച്ച് നമുക്ക് അവിടെ എത്താമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ട്രാഫിക്കും കുറവായിരിക്കും. നമ്മൾ കോട്ടയം എത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കിച്ചാൻ ഒറ്റയ്ക്കാണുള്ളത് മുഴുവൻ ഓടിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മളൊരു 9 മണിയായപ്പോൾ നേരത്തെ എത്തി. ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരുവനന്തപുരത്ത് സെൻട്രിയൽ പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഹോട്ടലായിരുന്നു, അത്യാവശ്യം ഡീസന്റ് ആയിരുന്നു, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മള് ചുള്ളിമാനൂരായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, ഗംഗയുടെ കല്യാണ റിസപ്ഷൻ. സോ അതിനടുത്ത് ഏതോ ഒരു സ്ഥലത്താണ് നമ്മളിത് ബുക്ക് ചെയ്തത്. ഞാൻ സ്ഥലത്തിന്റെ പേര് ആക്ച്വലി മറന്നുപോയി. എന്തായാലും അടിപൊളിയായിരുന്നു. സ്റ്റേ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമുക്ക് അവിടെ രാവിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിക്കാൻ നേരെ താഴെ പോയി കേട്ടോ. നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. അതും നല്ലതായിരുന്നു കേട്ടോ. തമ്പുവിന് കൊടുക്കാൻ പറ്റിയ പോലത്തെ ഇതിപ്പോ രാവിലെ ഞങ്ങൾ എത്തിയോന്ന് അറിയാനായിട്ട് അമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും വിളിച്ചു. അപ്പൊ നമ്മളെല്ലാരും വിളിച്ച് നമ്മൾ എത്തിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. ഇന്ന് ഈവനിങ് ഒരു 5 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6 മണി 6:30 ആകുമ്പോൾ അവിടെ എത്തണം. നമുക്ക് ആടിപ്പാടി നിന്ന് റെഡിയായി എപ്പോൾ പോകും എന്നറിയില്ല. അപ്പൊ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം, കുറച്ചു നേരം ഉറങ്ങാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, റൂമിൽ പോയി. പിന്നെ ഒരു 12 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ ഇതേ ഉച്ചക്കത്തെ കഴിക്കാണ്ട് തൊട്ടടുത്ത് കട ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങി ഇങ്ങനെ പൊതിഞ്ഞൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര. നമ്മുടെ ഇവിടുത്തെ ബിരിയാണി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 2 മണിയാകുമ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യം 2 മണിക്ക് അവർ എത്തിയിട്ടോ. ഇവർ ലാക്മെ അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. മേക്കപ്പും അതായത് കോസ്മെറ്റോളജി മേക്കപ്പ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. 4 പേരുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമുക്ക് ആ സമയം പോയതേ അറിഞ്ഞില്ല. എല്ലാവരും നല്ല കാര്യമായിട്ട് തന്നെ നമ്മളോട് സംസാരിക്കും. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഇവർ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവിക, ദേവൻ, ആർച്ച ആൻഡ് അനു. ഇവർ 4 പേരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് മേക്കപ്പ് ചെയ്തത് ദേവികയായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ ഒരു സ്കിൻ ലൈക്ക് മതി എന്ന് പറഞ്ഞ പുള്ളിക്കാരി അതുപോലെ ഞാൻ ചെയ്തു തന്നു കേട്ടോ. ഇത് ദേവിക അല്ല ദേവൻ, അപ്പുറത്ത് നിൽക്കണ അനു, അതിന്റെ അപ്പുറത്ത് ആർച്ച. ഞാൻ മേക്കപ്പ് ചെയ്യണത് ദേവിക കേട്ടോ. അങ്ങനെ ഇവര് അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി സിഗ്നേച്ചർ ബൈ ഷെറിൻ എന്ന് പറഞ്ഞൊരു പേജിനെയാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ ഈ ലാക്മെ അക്കാഡമിയിൽ ടീച്ചിങ്ങും ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ആൾക്ക് അന്നൊരു എക്സാമിന്റെ ഡ്യൂട്ടി വന്നുകൊണ്ടിട്ട് ആൾക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവരെ വിടുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇവർ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പേര് കാണിച്ചു തന്നപ്പോഴേക്കും എനിക്കും ഓക്കെ ആയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിനും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ലുക്ക് എന്നല്ല, ഹെയർ സ്റ്റൈൽ ആയാലും എല്ലാം നമ്മുടെയും കൂടി ഇഷ്ടമനുസരിച്ച് നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് ആ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിലും ഇനി എവിടെയാണെങ്കിലും ഇവർ വന്നും ചെയ്ത് തരും കേട്ടോ വർക്ക്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ആൻഡ് നമ്മൾ ഹെയറിനൊരു സോഫ്റ്റ് കേൾസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കണം. നിങ്ങൾക്കൊക്കെ ലോങ് ഹെയർ ആണോ, ഷോർട്ട് ഹെയർ ആണോ, കേളി ഹെയർ ആണോ, വേവി ഹെയർ ആണോ, എന്ത് കൈൻഡ് ഓഫ് ഹെയർ ടെക്സ്ചർ ഇഷ്ടം എന്നുള്ളത് കമന്റിൽ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിന്റെ മുകളിലെ നിലയിലേക്ക് പോയിട്ടോ. ആൻഡ് ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം, ഇവര് ഉണ്ടായതുകൊണ്ട് തമ്പൂന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ റെഡി ആവുന്ന സമയത്ത് തമ്പൂന് ഇവര് ആര് വേണം എടുക്കും. ദേവികയാണെങ്കിൽ തമ്പൂന് കയ്യിൽ നിന്ന് താഴ്ത്തേ വെക്കണമെന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഇതായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ്. എല്ലാം കൂടി ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ മുകളിലേക്ക് പോവാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫുൾ ലുക്കിന്റെ വീഡിയോ ഞാനിങ്ങനെ റീലൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ചെയ്യാട്ടോ. ആൻഡ് കിച്ചാൻ ഓൾസോ നല്ല ഹാൻസം ആയിട്ട് തോന്നി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും മാച്ചിങ് ആണല്ലോ. അപ്പൊ കിച്ചാനും ഞാനും ഒരേപോലെയൊക്കെ ഇട്ടിട്ടാ പോയത്. തമ്പും ആൻഡ് അവർക്ക് ടാറ്റ ബൈ ബൈ കൊടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നല്ല, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് ഡ്രൈവ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് അവരുടെ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു. രാജ് കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വെച്ചാണ് ഇവര് ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായത്. നമ്മൾ ചെല്ലുമ്പോഴേക്കും ഗംഗയും അതുപോലെ തന്നെ വിഷ്ണുവും സ്റ്റേജിലേക്ക് പോയായിരുന്നു. എന്തൊരു ഭംഗിയാന്ന് പറയുന്നത്, ഒരു ഹെവൻലി ലുക്ക് ആയിരുന്നു. ഒരു ശരിക്കും ഒരു ഗോഡസ് ഫീൽ ആയിരുന്നു ഗംഗേനെ കാണാനായിട്ട്. നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നന്നായിട്ട് ആൾക്ക് കോംപ്ലിമെന്റ് ചെയ്യണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷൻ ആയിക്കോട്ടെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനാന്ന് തോന്നുന്നു അവിടെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടീമിൽ നിന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അസ്വി ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അസ്വി ചേച്ചിനെയാണ് നേരിട്ട് കുറച്ചുകൂടി പരിചയമുള്ളത്. അപ്പൊ ഞാൻ ചേച്ചിനെ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു.
പിന്നെ പിന്നെ ഓരോരുത്തരായിട്ടൊക്കെ വരാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ആരുമായി കണക്റ്റഡ് അല്ല. അതായത് എനിക്ക് ആരുമായിട്ട് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ ഞാൻ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ഫസ്റ്റ് ഭയങ്കര ഓക്വേർഡ് ഫീൽ ആയിരുന്നു. എനിക്ക് ആരും അറിയില്ല, ഞാൻ എങ്ങനെയാ പോയി സംസാരിക്കുക. എനിക്ക് ഇങ്ങോട്ട് ആരെങ്കിലും സംസാരിക്കാനായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാൻ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ആളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ശരണ്യ വന്നു. അപ്പോൾ ഞാൻ ശരണ്യനോട് പോയി സംസാരിച്ചപ്പോൾ ശരണ്യ പറഞ്ഞു, അസു ചേച്ചി പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ ശരണ്യൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. തമ്പു പിന്നെ ആര് കൈ കാണിച്ചാലും നേരെ ചാടിനോണ്ട് ഒരു കുഴപ്പമില്ല. ശരണ്യ അപ്പൊ അയ്യോ കൈ കാണിച്ചപ്പോ തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനെയൊക്കെ കാണാൻ പറ്റി. ഇന്ന് പിന്നെ എന്തായാലും ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് തിരിച്ച് പെട്ടെന്ന് പോരണം. അപ്പൊ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങാലോ. തിരിച്ച് നമുക്ക് ഇത്രയും ഡ്രൈവും ഉണ്ട്, അതുകൊണ്ടിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ കയറി ഫോട്ടോ എടുക്കാൻ ചെന്നു. അടിപൊളി സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ. ഫുൾ അടിപൊളി ഇവന്റ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഓൾസോ വിഷ്ണു അതെ, ഗംഗ അതെ, നല്ല സൂപ്പറായിട്ട് സുന്ദരനായിട്ട് നല്ല തിളങ്ങി നിൽക്കായിരുന്നു കേട്ടോ. ആ ഒരു വെഡിങ്ങിലെ ആ ഒരു സന്തോഷത്തിന്റെ ഗ്ലോ ഒക്കെ ആളുടെ മുഖത്ത് നല്ലോണം എടുത്ത് കാണായിരുന്നു. ആൻഡ് ഔട്ട്ഫിറ്റ് ഓൾസോ നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ വിഷ്ണുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഗംഗേനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, നമ്മളൊരു ഇവന്റിൽ വെച്ച് പരിചയമൊക്കെ ഉണ്ട്. അപ്പൊ വിഷ്ണുവിനെ ഞാൻ വീഡിയോസിലൊക്കെ ഉണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും ഭയങ്കര ഒരു ഹമ്പിൾ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത്, നല്ല പൊളൈറ്റ് ആയിരുന്നു കേട്ടോ. വരുന്ന എല്ലാ ഗസ്റ്റിനെയും അവർ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലോണം വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ തിരക്കാണെങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ നമുക്കും അവിടെ ചെന്നപ്പോഴേക്കും അവരെ കണ്ടപ്പോൾ വളരെ സന്തോഷം. അവരുടെ ഇത്രയും നല്ലൊരു മൂവ്മെന്റിൽ നമുക്കും കൂടി അല്ലെങ്കിൽ പങ്കുവെക്കാൻ അല്ലെങ്കിൽ പങ്ക് ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അതേപ്പം കാർത്തികേട്ടനും വർഷയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും ഞാൻ ഇത്തവണ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് പോയി എല്ലാവരും സംസാരിച്ച് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ ചെറിയ കടികൾ ഒക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി. സംഭവം അപ്പോൾ പഴംപൊരി കണ്ടപ്പോഴേക്കും കഴിക്കണം എന്ന് പറയാം കേട്ടോ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടർ പോലെ കുറേ ചെറുകടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് വേറെ സെക്ഷനിലായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളതാണ്. അങ്ങനെ അവിടെ ഇന്ന് നമ്മൾ ഒരുപാട് ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും സംസാരിക്കാനും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. കുറേ പേരെ കാണുമ്പോൾ ഞാൻ ചിരിച്ച് കാണിച്ചിട്ട് പയ്യെ മാറിയൊക്കെ നിൽക്കും. ഇനി ഓരോ സ്ഥലത്ത് ഓരോ സമയം ഓരോ പരിപാടിയിൽ പോയി വേണം എൻ്റെ ആ ഒരു നാണം ഒക്കെ ഒന്ന് മാറ്റാൻ. അങ്ങനെ പിന്നെ കിച്ചാൻ ഭക്ഷണം കഴിച്ചു, ഞാനും ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ പയ്യെ ഇറങ്ങാം എന്നുള്ള രീതിയിലാണ്. ഗംഗേനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയാനായിട്ട് ഇനി നമുക്ക് സ്റ്റേജിന്റെ അങ്ങോട്ട് പോകാം. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ അൻവറും അതുപോലെ തന്നെ നെറിനും കല്യാണി ചേച്ചിയുടെ മോനും അപ്പുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരോട് മൂന്നുപേരും ഞാൻ ഇടക്കും തലക്കൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് ഇതിലൊക്കെ ആവശ്യം വരുമ്പോഴൊക്കെ. കല്യാണി ചേച്ചിയോട് ഒരു പ്രാവശ്യം നെറിനൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അതേ നമ്മള് ഗംഗേനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ റൂമിലേക്ക്. സോ ഹായ് ഗായ്സ്, അങ്ങനെ ഇതേ നമ്മള് കല്യാണമൊക്കെ കൂടി വന്നു. ഞാനിങ്ങനെ എന്റെ മേക്കപ്പ് ഒക്കെ കഴിക്കുകയാണ്. ഇച്ചാമൻ ഡ്രസ്സൊക്കെ മാറി, തമ്പു ഡ്രസ്സൊക്കെ മാറി. നമ്മൾ ഇന്ന് തന്നെ റിട്ടേൺ പോവാണ് തിരിച്ച്. കാരണം നാളെ ആൾക്ക് വർക്കിന് കയറേണ്ടതാണ്. അപ്പം നമ്മൾ എങ്ങനെയാ എത്രയെന്ന് അറിയില്ല. എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. സോ അങ്ങനെ ഒരു കല്യാണവും കൂടി കേട്ടോ. ഞാൻ ഇതുവരെ ഓൺലൈനിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെയും ഒരു ഫംഗ്ഷനും പോയിട്ടില്ല. ശരിയാ, വളകാപ്പിന് പോയി. സോറി ഒരാളുടെ പോയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ആദ്യം ഞാൻ പോയത് നമ്മുടെ വാഴക്കുട്ടിയുടെ, അതായത് അൺനോൺ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, അവളുടെ വൈഫിന്റെ സീമന്തത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. സെക്കൻഡ് പരിപാടി നമ്മുടെ ഗംഗയുടെ കല്യാണം കൂടാൻ പറ്റിയിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനെയും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ നമ്മൾ കണ്ടു. നിങ്ങൾ എല്ലാവരും ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ മേക്കപ്പ് ഒക്കെ ഒന്ന് കളയട്ടെ കേട്ടോ. നല്ല മേക്കപ്പ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. അല്ലെ, നല്ലായിരുന്നില്ലേ? ഒരു വളരെ സ്കിൻ ലൈക്കാണ് അവർ ചെയ്തു തന്നത് കേട്ടോ. ആൻഡ് പിള്ളേരും എല്ലാം നല്ലതായിരുന്നു. അവരെല്ലായിടത്തും പോയി വർക്കൊക്കെ ചെയ്തു കൊടുക്കും. ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഓവറോൾ ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഒരു സെക്കൻഡ്. ഓവറോൾ ഫംഗ്ഷൻ നല്ല ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫംഗ്ഷൻ ആയിരുന്നു. നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ആള് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല രീതിയിൽ മാനേജ് ചെയ്യണുണ്ടായിരുന്നു. വരുന്നവരെ എല്ലാവരെയും എല്ലാവർക്കും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നതിന്റെ ഒരു ചടുപ്പ് അല്ലെങ്കിൽ ഒരു ഓക്വേർഡ്നെസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ കണ്ട
ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരെ ഞാൻ ഓൺലൈനിൽ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോംസിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതിൽ ഞാൻ നെറിനോട്, കല്യാണി ചേച്ചിനോട്, പിന്നെ അസ്മി ചേച്ചിനോട്, പിന്നെ സിയാദിനോട്, ഇവരോടൊക്കെ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ചാറ്റിങ് ഇല്ല, ഇടക്കുന്നതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇപ്പണ്ട് ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ നേരിട്ട് കാണാനായിട്ട് ഇത്ര പെട്ടെന്ന് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് യൂട്യൂബിന്റെ ഒക്കെ വരുമ്പോ കാണാൻ പറ്റും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിവേയ്സ് എല്ലാരും കാണാൻ പറ്റിയതിൽ സന്തോഷം. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ പോലെ എന്താ ഓഫ്ലൈൻ ഫ്രണ്ട്സ് മാത്രമുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് പല തരം ആൾക്കാരെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റും. ആൻഡ് ഞങ്ങളൊരു കല്യാണത്തിന് തിരുവനന്തപുരം വരെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഞാൻ ഒരു മടിച്ചാണ് ട്രാവൽ ചെയ്യാനായിട്ട്. ഇപ്പൊ എന്താണെന്നറിയില്ല, എനിക്കിപ്പം ഒരുപാട് കിച്ചാൻ ഒറ്റക്ക് പഠിച്ചു വന്നു കേട്ടോ. ഞാനൊന്നും മാറി പഠിക്കാൻ ആരുമില്ലല്ലോ. എന്നാലും കിച്ചാൻ ഒറ്റക്ക് ഓടിച്ചിട്ട് വന്നു. എന്നോട് ഓടിച്ചു പഠിക്കാൻ വേണ്ടി പഠിക്കുന്നില്ല എന്നാ പറയണത്. എനിവേയ്സ് അടിപൊളിയായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ അഴിച്ചു. ഇനിയിപ്പോ നമ്മള് എല്ലാം റീപാക്ക് ചെയ്യും. നേരെ തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പൂൺത്രയിലേക്ക് പോകും. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്, ഒരു കല്യാണ വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗംഗയുടെ ഒരു റിസപ്ഷൻ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഞാനിങ്ങനെ പൊതുവെ നമുക്ക് അറിയാത്ത ഒരു കംഫർട്ട് സോണിന് പുറത്തു പോയിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. സോ ഇത്തവണ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും പറയാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ലവ് യു.